തൃശൂർ ജില്ലയിലെ കൊച്ചനൂരിൽ നിന്നും കരിച്ചാൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ കണ്ട ഒരു കല്യാണ വീടാണിത്. തീർത്തും പഴയ രീതിയിൽ ഒരുങ്ങിയിട്ടുള്ള ഒരു കല്യാണ വീട്. ഓലപ്പന്തലിട്ട് കോളാമ്പി സ്പീക്കറും വെച്ച് കുലച്ചു നിൽക്കുന്ന വാഴകളും നീന്തോലയും സാരിയും കൊണ്ട് അലങ്കരിച്ച് നമ്മളെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കല്യാണ വീട്. കുന്നത്തയിൽ മുസ്തഫയുടെ വീട്. എനിക്ക് ഞാനൊരു ക്രൈസ്റ്റിൻ്റെ ആളാണ്. അപ്പോൾ ഏകദേശം ഞാൻ കുറെ മുന്നേ തന്നെ ഏകദേശം ഒരു മാസം മുന്നേ മുസ്തഫയുടെ മകൻ ഹുസ്നി മുബാറക്കിന്റെ കല്യാണമായിരുന്നു ഇന്നലെ. വധു എരുമപ്പെട്ടിയിലെ ഷഹാന അഷ്റഫും. തന്റെ വിവാഹകാലത്തിന്റെ മധുര സ്മരണകളാണ് മകന്റെ വിവാഹാഘോഷങ്ങളിലൂടെ മുസ്തഫ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. എൻ്റെ കല്യാണം അതേപോലെ ഒരു ഓലയുടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഒരു ഇത് വന്നു, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ തന്നെ സ്വന്തം ചെയ്യാന്ന്. അപ്പം ഞാനിങ്ങനെ ഈ സാധനങ്ങളെ നോക്കിയിട്ടാണ്. അലങ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന ഈന്തോലകൾ പഴയ പോലെ എവിടെയും കിട്ടാനില്ല. അന്വേഷണം ഒടുവിൽ പള്ളിക്കാട് വരെ നീണ്ടു. കണ്ടുണ്ടാവുള്ളൂ ഈ ഇന്നത്തെ ഈന്തിൻ്റെ ഇതൊക്കെ. അപ്പം ഞാൻ ഈ സാധനമൊക്കെ 2 മാസം മുന്നേ ഞാൻ കല്യാണം പറയാൻ നടന്ന് കംപ്ലീറ്റ് കബറ് കിടക്കുന്ന ആൾക്കാരെ നടന്ന് പിടിച്ചു. അത് ഈ ചങ്ങളോട് വരെ അന്വേഷിച്ചു, അവർ കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ നടന്ന് അപ്പം എന്നോട് പറഞ്ഞാൽ പനയങ്കട്ടി പള്ളിയിൽ അതിൽ കബറ് ഇതിൽ നിൽക്കുന്നുണ്ട്, അവിടെ പോയി കണ്ടില്ല. സെക്രട്ടറി പോയി കണ്ട് സംസാരിച്ച് അതിൻ്റെ ഒരു സാധനം എടുക്കുന്ന. അതുപോലെ തന്നെ പന്തലിടാനുള്ള ഓല അന്വേഷിച്ചും കുറെ നടക്കേണ്ടി വന്നു. അങ്ങനെ ഓല എവിടെ കിട്ടും എന്നുള്ളത് കാര്യങ്ങൾ. അപ്പോൾ ഓലനെ വെച്ചിട്ട് അന്വേഷിച്ചു. അപ്പോൾ ഓല എല്ലാ സ്ഥലത്ത് മുടങ്ങി നിൽക്കണമെന്നൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ പിന്നെ അത് കെട്ടണം. അപ്പോൾ ഇവിടെ കെട്ടാൻ പറ്റിയ ആൾക്കാർ വരും. അപ്പോൾ അത് ഞാൻ നടന്നു, അത് അന്വേഷിച്ച് ഒക്കെ ഞാൻ ഈ സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഇത് നമ്മളത് സ്വന്തമായിട്ട് ചെയ്തതാണ്. പെണ്ണുങ്ങളധികവും പർദ്ദയിലേക്ക് മാറിയതോടെ പഴയ പോലെ സാരികളും കിട്ടാനുണ്ടായിരുന്നില്ല. സാരിക്ക് ഞാൻ കുറെ ചോദിച്ചന്വേഷിച്ചു. അപ്പൊ സാരി അങ്ങനെ ആരും ഉപയോഗിക്കില്ല. അപ്പൊ പർദ്ദ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാരിയിൽ 10 സാരി വരുത്തിയത്. ഒരു നമ്മളെ കൃഷിക്ക് വരുന്നുണ്ടല്ലോ, നടാൻ വരുന്നുണ്ടല്ലോ, ആ പെണ്ണുങ്ങളോട് പറഞ്ഞു പോകുമ്പോ പറഞ്ഞു കുറച്ച് സാരി വേണം. എന്നിട്ട് ഞാൻ ഇവിടെ ടൈലറെ കൊണ്ട് അടിച്ച് സാധനം കിട്ടിയത്. വാഴകൾ പക്ഷെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചു നട്ടതാണ്. ഒറിജിനൽ വാഴയാണ് ഇവർ കല്യാണം വെച്ച് ആ ഗേറ്റിൽ വെച്ചിട്ട് വളർന്നു വന്ന വാഴമല ഡിസൈൻ ചെയ്തത്. അപ്പൊ ആ സാധനം അപ്പൊക്കിന് മനസ്സിൽ തോന്നി വാഴ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് 2 വാഴ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചത്. അപ്പൊ പിന്നെ മനസ്സിങ്ങനെ വന്നു. അപ്പൊ ഞാൻ പഴയ ഇതേപോലെ അന്നത്തെ വെൽക്കം എന്നുള്ള ഒരു ലൈറ്റ് അപ്പൊ ഇത് അന്വേഷിച്ചിട്ട് ഞാൻ അതിന് പോയി. അപ്പൊ ഈ സാധനം കിട്ടിയില്ലായിരുന്നു. റെന്റ് ചോദിച്ചപ്പോൾ സാധനം ഇവിടെ ഇല്ല. അങ്ങനെ ഞാൻ ക്രാഷ് വെക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഈ ബോർഡ് വാങ്ങിച്ചത്. ഈ ബോർഡ് വാങ്ങിച്ച് ഞാൻ സ്വന്തം പെയിന്റ് അടിച്ച്. പഴയ കാലത്തെ ഇരുമ്പ് കസാരയും നെയ്ത്തു കസാരയും അന്വേഷിച്ചു കുറെ നടന്നുവെങ്കിലും എവിടെയും കിട്ടിയില്ല. മറ്റേ നെയ്ത്ത് കസാരല്ലോ, അത് അന്വേഷിച്ചിട്ട് ഞാൻ പോയി. അത് അന്വേഷിച്ചിട്ട് ആ സാധനം കിട്ടാൻ വേണ്ടി അതിന് ഞാൻ ഗുരുവിനെ അന്വേഷിച്ച് ചാവക്കാട് ഒരു സ്ഥലം ഉണ്ട് ഞാൻ രണ്ടിന്, അവിടെ പോയി ചോദിച്ചു. അപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ കുറെ നടന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കസേര മാത്രമേ. കല്യാണങ്ങൾക്കുമേൽ ഇവന്റ് മാനേജ്മെന്റുകാർ പിടിമുറുക്കിയ ഈ കാലത്തും പഴമയുടെ സ്നേഹസ്പർശങ്ങൾ തേടി നടന്ന കുന്നത്തയിൽ മുസ്തഫയ്ക്ക് ആത്മസംതൃപ്തിയുടെ ദിവസങ്ങളാണിത്. തീർച്ചയായും അഭിമാനിക്കാം. ആശംസകൾ. ഈ സംഭവം ഇവരെ പഴയ കാലങ്ങൾക്ക് ഒരു ഓർമ്മ, അതാണ് നമ്മളൊരു രസം.